പ്രിയമുള്ളവരെ, കർത്താവിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനങ്ങൾ 121 അധ്യായം 3-4 വാക്യങ്ങളാണ്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. എന്തൊരു അത്ഭുതകരമായ വാഗ്ദത്തമാണിത്! നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാൽ വഴുതിപ്പോകുമോ എന്ന് നാം ഭയപ്പെടാറുണ്ട്. പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിൽ നമ്മൾ തകർന്നു പോകുമോ, വീണുപോകുമോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവം നമ്മെ താങ്ങും, അവിടുന്ന് നമ്മെ വീഴാതെ പിടിച്ചു നിർത്തും. എങ്ങനെയാണ് അവിടുത്തേക്ക് ഇത് സാധിക്കുന്നത്? അടുത്ത ഭാഗം പറയുന്നു, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. മനുഷ്യരായ നമുക്ക് ക്ഷീണമുണ്ട്, നമുക്ക് ഉറക്കം ആവശ്യമാണ്. എന്നാൽ നമ്മെ കാക്കുന്ന ദൈവത്തിന് ക്ഷീണമില്ല, തളർച്ചയില്ല, അവിടുന്ന് ഉറക്കം തൂങ്ങുന്നില്ല. 4-ാം വാക്യം അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഈ ലോകത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നമ്മെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ സ്വർഗീയ പിതാവാണ്. നിങ്ങൾ രാത്രിയിൽ ഭയത്തോടെ ഉണരുമ്പോൾ അവിടുന്ന് ഉണർന്നിരിക്കുന്നു. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാവിയെ അറിയുന്നവൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും അവിടുത്തെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. നിങ്ങളെ കാക്കുന്നവൻ ഉറങ്ങാത്തവനാണ്. അവിടുത്തെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഉറങ്ങാതെ ഞങ്ങളെ കാക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കാലുകൾ വഴുതാതെ അങ്ങ് ഞങ്ങളെ താങ്ങണമേ. എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.